മൈ വേ ബൈ കല്യാണി വീണ്ടും നുണകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നുണക്കൂമ്പാരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. ഇതാണ് ഇപ്പോൾ ആ ഒറിജിനൽ ഡോക്ടർ പറയുന്നത്, ആ ക്ലിനിക്കിലെ ഒറിജിനൽ ഡോക്ടർ. അവരിവരും തമ്മിൽ നല്ല കമ്പനി ആയിരുന്നു എന്നൊക്കെയുള്ള ക്ലിനിക്കിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാനുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് കിട്ടിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ബില്ലാണ് അവരുടെ പ്രശ്നം എന്നുള്ളതാണ്. ആ ബില്ലാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ബില്ല് കിട്ടാൻ വലിയ പണിയില്ല. പക്ഷെ അവര് ആ ക്ലിനിക്കിന്റെ പേര് വലിച്ചു കീറി ഒട്ടിക്കാൻ ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുത്തു. അവര് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇല്ലീഗലായ മറ്റൊരു കാര്യം കൊണ്ട് ചെയ്തിട്ടുണ്ട്. കല്യാണിയും ഭർത്താവും ചേർന്നുകൊണ്ട് ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ വീഡിയോ ചിത്രീകരിച്ചു. ബ്ലർ ആക്കിയിട്ടാണെങ്കിൽ അത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിനെതിരെ അവർ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊന്നും കൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഈ ഒരു കണ്ണാട ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ പരിപാടിയില്ലേ, അവരുടെ തൊട്ടടുത്ത് വന്ന് വീഡിയോ എടുത്തു എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് ഈ ഒരു ഭാഗമൊക്കെ കാണുന്ന രീതിയിൽ അവരുടെ വസ്ത്രം നിഴലടിക്കുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് അത് എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ നാക്ക് കടിച്ചിട്ട് എന്തോ ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞു എന്ന് പറയുന്നത്. ക്ലിനിക്കിലുള്ള എവിഡൻസ്, അതായത് CCTV ക്യാമറ ഫുട്ടേജ് പുറത്ത് വിടുന്നുണ്ട്. കല്യാണിയെയും ഭർത്താവിനെയും പോലീസുകാർ വന്ന് അവിടെ നിന്ന് പുറത്താക്കുന്ന വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. പക്ഷെ ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കല്യാണി ആദ്യം പൊങ്കാലയിട്ടത്? ഇത്തരം ഇല്ലീഗൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി മോത്ത് തേച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കാനായിരുന്നു. രണ്ടാമത് വീഡിയോ ചെയ്തത് ക്ലിനിക്കുകൾ ചെയ്യുന്ന ഒരു ഉളത്തരുണ്ട്. ഇപ്പൊ ഈ ക്ലിനിക്ക് എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതല്ല, മറ്റുള്ള ക്ലിനിക്കുകൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ പറ്റിക്കുന്നത് നമ്മൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അവരുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമ്മൾ മരുന്നുകൾ വാങ്ങേണ്ടി വരും, ക്രീമുകൾ വാങ്ങേണ്ടി വരും. അത് വെച്ച് പറ്റിക്കുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ഇതാ കല്യാണിയെ പൊളിച്ചടക്കുന്ന ഡോക്ടർ ദി റിയൽ ഡോക്ടറാണ് കേട്ടോ. നമുക്ക് അവർ പറഞ്ഞ ശബ്ദ സന്ദേശങ്ങളൊന്ന് കേൾക്കാം. ഈ കല്യാണി പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ ഇവർ പറഞ്ഞതാണ് ശരി എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഫുട്ടേജ് അയച്ചിരുന്നില്ലേ? അതുപോലെ എവിഡൻസ് 30-ാം തീയതി എന്നെ വന്ന് കണ്ടു. 30-ാം തീയതി മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്തത് ആളുടെ ഭർത്താവാണ്, ദി ഇൻസ്പെക്ടർ ഭർത്താവാണ്. അപ്പോഴാണ് ഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, യു ആർ ഷൂട്ടിംഗ് അറ്റ് നോട്ട്, അത് ശരിയല്ല, നിങ്ങൾ ഈ പ്രൈവസി എന്താ പറയുക പോളിസിനെ ഒക്കെ മാനിക്കണം, നിങ്ങൾ അത് അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ഗ്ലാസ് ഊരിയ സമയത്ത് ഗ്ലാസ് കൃത്യമായിട്ട് എന്റെ ചെസ്റ്റിലോട്ടായിരുന്നു. അത് കണ്ണിൽ നിന്ന് ഒരുപാട് കൈ പിടിക്കുന്നത് ചെസ്റ്റിലോട്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് എന്റെ ഷർട്ട് ട്രാൻസ്പെറന്റ് ആണ്, ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോഴാണ് മൂപ്പർ കൈയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കൈ ചൂണ്ടിയിട്ട് നാക്ക് പുറത്തിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ കാണിച്ചു തരാന്ന്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് സംഭവിച്ചത് 30-ാം തീയതി. ആ ഫുട്ടേജ് എവിടെ? അവർക്ക് റിലീസ് ചെയ്യാൻ പറയും. അപ്പോഴേ അത് കഴിഞ്ഞിട്ടാണ് 1-ാം തീയതി ഇവർ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവരെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു, ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വരും, അവിടെ നിന്ന് സംസാരിക്കാൻ ഇവരെ ക്ലിനിക്കിൽ നിന്ന് ഇറക്കി. അതിന്റെ ഫുട്ടേജ് ഐ ഓൾറെഡി സെൻഡ് യു ആദർശ്. അപ്പൊ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കെയിം ബാക്ക്. ഇവരില്ലേ ഈ പുറത്ത് ഞങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ CCTV കിട്ടിയിട്ടുണ്ട്. പുറത്ത് പോയി ഓരോ സ്വകാര്യങ്ങൾ ഇവർ ഓരോന്ന് പറയുന്നതെല്ലാം CCTV ഫുട്ടേജുകളിലുണ്ട്. ഓക്കെ, അതൊക്കെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ബേസിക്കലി ടൈം ലൈൻ എവിഡൻസ് അല്ലേ ഇപ്പൊ വേണ്ടുള്ളൂ. ഇത്രയും ഒരു ആര് കത്തിച്ച് ഒരു പബ്ലിക്കിൽ ഞങ്ങൾ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ഹാസ് ടു ബി ഗിവൻ ഇൻ ഷോർട്ട് ഫോർമാറ്റ്. ദാറ്റ് ഇസ് ഇറ്റ്. അതിന് 30-ാം തീയതി ഞാൻ പോയതിന്റെ എവിഡൻസ് യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഞാൻ ദുബായിലായിരുന്നു എന്നുള്ള എവിഡൻസ് ഓൾസോ യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഉച്ചയ്ക്ക് കോൺസ്റ്റബിൾ പോലീസ് ഓഫീസേഴ്സ് ക്ലിനിക്കിലോട്ട് വരുന്നതും അതിന്റെ എവിഡൻസ് ഓൾസോ യു ഹാവ് റൈറ്റ് നൗ. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺസ്റ്റബിൾ ഞാനല്ലേ വിളിച്ചു വരുത്തിയാലേ വരും? അവർ തന്നെ കോൺസ്റ്റബിൾ പോലീസ് ഓഫീസറിനെ വിളിച്ചു വരുത്തി അവരെ തന്നെ എന്റെ ക്ലിനിക്കിൽ പുറത്താക്കോ? ഇല്ലല്ലോ. അതൊരു കോമൺ സെൻസ് അല്ലേ? അപ്പൊ പോലീസുകാർ വന്ന് ഇവരെ കൊണ്ടുപോയി ഫുട്ടേജ് ഉണ്ട്. പോലീസുകാർ പോയതിനു ശേഷം ഒരു കുറച്ച് മിനിറ്റ് പോലീസുകാർ പോയി എന്നവർ ഉറപ്പിച്ചതിന് ശേഷം വന്ന് കഴിഞ്ഞിട്ടുള്ള കല്യാണി മെറ്റാ ഗ്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ബാക്കിയല്ല. അപ്പൊ വളരെ സൗമ്യമായിട്ട് ഡോക്ടറോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇത് കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയാണ്, നിങ്ങളത് ലീഗലി പോയിക്കോളൂ എന്ന് പറയുന്നത്. ആ ലീഗലി പോയിക്കോളൂ എന്ന് പറയാനുള്ള കാര്യം അതിനൊരു 10 മിനിറ്റ് മുന്നേ പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോയി സ്റ്റേഷനോട് കൊണ്ടുപോകുന്ന പറയുമ്പോൾ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തു എന്നല്ല അർത്ഥം. അതെ, ആദ്യം വരെ പുറത്താക്കുന്ന ആ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കാണാം. കണ്ടോ, പോലീസുകാർ വന്നിട്ട് ഒരു പോലീസുകാരനെ വന്നത്, കോൺസ്റ്റബിളാണ് വന്നത്, ആളെ പിടിച്ച് പുറത്താക്കുന്നതാണ് കാണുന്നത്. അതായത് ഒരു സ്ഥാപനത്തിനകത്തിൽ കയറി ചെന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമല്ലേ. ഇവിടെ എന്താണ് ഇഷ്യൂ? ഇവർക്ക് എന്താ കിട്ടാത്തത്? ബില്ലാണ് കിട്ടാത്തത്. ആ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നു. പക്ഷെ ഇവിടെ ആദ്യം പോലീസുകാരെ വിളിച്ചു വരുന്ന ക്ലിനിക്കിന്റെ ആളുകളാണ്, അവരാണ് അവരെ പിടിച്ച് പുറത്താക്കുന്നത്. പക്ഷെ എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ട് കല്യാണി വീണ്ടും ഏറി കയറി എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇനി വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ജനറ്റിക് ആയിട്ട് കിട്ടിയിട്ടുള്ള മുഖത്തുള്ള ഒരു പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അതായത് ജനിതകമായിട്ട് ഇങ്ങനെ പകർന്നു കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം മാറ്റാൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സും പറയുന്നത്. ട്രീറ്റ്മെന്റ് നടത്തിയെങ്കിൽ കുറച്ചൊക്കെ കളർ മാറ്റാം, പക്ഷെ വീണ്ടും അത് ജനറ്റിക് ആണല്ലോ, അത് പുറത്തു വരിക തന്നെ ചെയ്യും. പിന്നെ ഗ്ലൂട്ടാത്തയോൺ, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള കുറച്ച് മരുന്നുകൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യമൊക്കെ ഇപ്പൊ ഡോക്ടർ വിളിച്ചു പറയുകയാണ്. ഇപ്പോ രണ്ടുപേരും തമ്മിലുണ്ടാവുന്ന ഈ ഒരു ക്ലാഷിനിടയിൽ പല സത്യങ്ങളും പുറത്തു വരുന്നു എന്നുള്ളതാണ്. എന്റെ ഡൗട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്ത ബില്ലും അവർ കൊടുത്ത പൈസയും തമ്മിൽ ടാലി ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും GST വെട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നും, നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ട്. പക്ഷെ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി GST ഈടാക്കിയിട്ടുള്ള ഫണ്ടാണ് അവരൊക്കെ വാങ്ങിയിട്ടുള്ളത്, കൃത്യമായി ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. കാണാം. I was not in Trivandrum on 1-ാം തീയതി.
ബിക്കോസ് 30 മെയ് 30 ശനിയാഴ്ചയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ഇവരെ കണ്ടത്. അത് ആദ്യത്തെ നുണ. ഞാൻ കൊച്ചിക്കാരത്തെയോ, ഐ ക്യാൻ പ്രൊവൈഡ് ദി ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ്, എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്സ്, അവരെ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ എടുത്തിരിക്കുന്നത് കസ്റ്റമർ കെയറിൽ മെയ് 30 ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നതിന്റെ കൺഫർമേഷൻ. ആദ്യത്തെ നുണ. രണ്ടാമത്തത് എന്തായിരുന്നു, 1 അവർ എന്താ പറയുക റെസീപ്റ്റ് കിട്ടി എന്നുള്ളത്. 1 തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിൽ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ മെറ്റാ ക്ലാസ് ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റാ ക്ലാസിന് ഷൂട്ട് ചെയ്ത അവിടെ മെയ് 30 1 ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റാ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ, ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30 വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. അവരെപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സാപ്പ് വഴിയും കൂടി ഷെയർ ചെയ്യുന്നു, ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റാ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, ഈ പറഞ്ഞവർ ബില്ല് എവിടെയാണ്, അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം, ഈ മാസത്തോളത് ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30 1 അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. ആൻഡ് വി ഹാവ് റിലീസ്ഡ് ഇറ്റ്. സോ കല്യാണി പറയുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് അമൗണ്ടിന്റെ മാത്രം ബില്ല് ദേഫറയാം കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമെയിലോട്ട് അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ, ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയണമെങ്കിൽ ആ ബില്ല് ഏത് ഇമെയിലോട്ടാണ് അയച്ചു തരണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്. And then we have sent a registered post to her saying that we have already given you all the bills. Despite of that, you still want all the bills. You let me know, is there a specific date that you're looking, or you're looking at the entire bills again? We can send it to you. That is the reply that we sent. She has not responded. And then the next, hard copy. No, hard copy is an internal property. Digital copy can be sent in all of them. And registered post in the reply ഉണ്ട്. ഓക്കെ, അവരുടെ ഹാർഡ് കോപ്പി അവർ കൊടുക്കില്ല എന്നും മെയിൽ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അവരുടെ സ്റ്റാഫ് നിരന്തരമായിട്ട് മെയിൽ ID ചോദിക്കുന്നുണ്ട്, എന്നാൽ അവർ കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ അവർക്ക് മെയിലിലേക്ക് അയച്ചത് അവർ റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല എന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. ഓക്കെ, ആര് നുണ പറയുന്നു എന്നൊരു പിടിയില്ല. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ഒരു മുടയായതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ പുറത്തു വരും. ഇവർ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തോ ഒരു മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കാത്തിരിക്കുന്നത്. എവിടെ തെറ്റ് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡിന് അറിയാലോ. ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വൈഫിനെ നോക്കിയിട്ട് അതിൽ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു എന്ന് വെച്ചു. അപ്പൊ തല ഇങ്ങനെ പതുക്കെ കാട്ടിയാലോ. പിന്നെ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ ഈ സ്റ്റിറോയിഡിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സ്റ്റിറോയിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതായത് ശരീരം നശിപ്പിക്കാനുള്ള കുറെ സാധനം. ഇപ്പൊ വെളുത്ത് നടക്കുക, ഇപ്പൊ വെളുത്തിട്ട് പാറ, പക്ഷെ അധികം വൈകാതെ മൂക്കിൽ പഞ്ഞി കയറ്റുക, അങ്ങനത്തെ സാധനമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നതല്ലേ. കൊള്ളാം. അപ്പൊ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പല ആളുകളും നമ്മോട് ചോദിക്കാറുണ്ട് പെട്ടെന്ന് സൈസ് ആവാൻ എന്താ ചെയ്യാന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയും ഒരു 10 മുട്ട കൊത്തി അങ്ങ് കയറ്റടേ, നല്ല വർക്കൗട്ട് ചെയ്യടേ എന്നാ പറയാ. പ്രോട്ടീൻ പൗഡർ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കും. പ്രോട്ടീൻ പൗഡർ ഞാൻ അത്ര മോശം എന്ന് പറയാറൊന്നുമില്ല. പക്ഷെ ചില കുട്ടികൾ വന്നിട്ട് ഇവർ പെട്ടെന്ന് ബൈസപ്സ് ഒക്കെ ഒന്ന് വലുതാവണം, അതിന് വേണ്ടിയിട്ട് ഈ കുറുക്ക് വഴികളാണ് തേടി വരുന്നത്. പക്ഷെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലൊന്നും അങ്ങനെയുള്ള ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷെ കുട്ടികൾ അത് തേടിപ്പോവും. ഇപ്പൊ ലഹരി തേടി പോകുന്ന കുറെ ആളുകളില്ല, അതേപോലെ കുട്ടികളെ തേടി പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. ഇവിടെ ഇതാ ഓൾറെഡി നിറണ്ട്, ആ നിറം ഒന്നും കൂടിയും കൂട്ടണം. അതിന് വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് വാരി കുത്തിയിരുന്നത് അത്രേ. കൊള്ളാം. എന്നാ പിന്നെ എന്തെങ്കിലും ക്ലിനിക്കിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണേ, അതുകൊണ്ട് പറയും മോത്ത് പാടുണ്ടായിട്ടോ. ദി ഹോൾ പോയിന്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റി തുടങ്ങിയത് തന്നെ ഓൺലി ബിക്കോസ് ഷീസ് ആസ്ക്ഡ് മീ കൊളാബ്. നൗ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ ഡ്രസ്സിന്റെ എല്ലാ ക്ലയൻസും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ, ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസ് ആണ് CCTV ഉള്ളത്. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് CCTV. കാരണം ഈ ക്ലയൻസ് വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നത് റൂമിൽ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദാറ്റ് ഫുട്ടേജ്. അതിനുണ്ടായിരിക്കണം ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്. കാര്യം മെറ്റാ ക്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫുട്ടേജ് ഉണ്ടാവേണ്ടതാണത്. കാര്യം ഞങ്ങളുടെ ഫുട്ടേജിൽ അപ്പൊ ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഈ ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ പ്രൊസീജിയറൽ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരെടുത്ത് ചോദിച്ചിരുന്നു പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരത് പ്രൊമോട്ട് ചെയ്യാന്ന്. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ ക്ലിനിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങളത്ര റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നില്ല, ഒന്നിനും നിങ്ങൾ ഫ്രീ ആയിട്ട് തരൂ, അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് തരണം എന്ന് പറഞ്ഞത്. ഇനി വേറൊരു വശം കൂടെ പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളൊരു എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ഇനി വേറെ വശം,
അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടതൈൻ ആണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. അവരെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോ കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ആണ് ചാച്ചി ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുള്ളത്. എടോ നിങ്ങളൊക്കെ എന്തിനാടാ ഈ വെളുപ്പിന്റെ പിന്നാലെ പാറി നടക്കുന്നത്? എടാ മനുഷ്യന്മാരില്ലടാ നമ്മളൊക്കെ. ഇവിടെ എന്തിനാടാ വർണ്ണ വിവേചനങ്ങളൊക്കെ? നിങ്ങൾക്ക് കറുപ്പിനോട് തീരെ താല്പര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ വെളുപ്പിന്റെ പിന്നാലെ ഓടി നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചെറിയ ടൈമിലൊക്കെ, അതായത് സ്കൂളിലൊക്കെ പഠിക്കണം അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഒന്ന് വെളുത്തിട്ട് പാറാന്നുള്ളത്. അപ്പൊ നമുക്ക് തോന്നുന്നത് എല്ലാവരും വെളുത്തതിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ടും അതാണ് നല്ലത് എന്നുള്ള ഒരു തോട്ട് നമ്മളെ മനസ്സിൽ കയറി വരുന്നതുകൊണ്ടാണ്. പക്ഷെ അത് അധികം വൈകാതെ നമ്മളെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാകുന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് മുഖം വെളുക്കുക, എന്തൊക്കെ വാരി തേക്കാൻ പറ്റും ഇതൊക്കെ തേച്ചോണ്ടിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഈ വെളുപ്പിനും കറുപ്പിനൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. സ്നേഹം മനസ്സിലില്ലെങ്കിൽ ഒരു തേങ്ങാക്കൊലില്ല എന്നുള്ളത്. ഇപ്പൊ ഈ ഇൻഫ്ലുവാണങ്ങൾക്കൊന്നും ഒരു സ്നേഹം മനുഷ്യന്മാരോട് ഉണ്ടാവില്ല കേട്ടോ. അവരുടെ വേണ്ടപ്പെട്ട ആളുകളോട് ഉണ്ടാവും. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ഫോളോ ചെയ്തിട്ട് ആളുകളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് തെച്ച സോപ്പ് കണ്ടോ, ഞാനിന്ന് തെച്ച മാങ്ങാത്തൊലി കണ്ടോ, തീട്ടം കണ്ടോ എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് വാരിപ്പൊത്തു. പൈസയും വാങ്ങിയിട്ട് വാരിപ്പൊത്തു. ഒറ്റ ദിവസത്തേക്കുള്ളൂ. എന്നിട്ട് ഞാൻ ഗ്യാരണ്ടിന്ന് തേങ്ങാക്കൊലിയും പറഞ്ഞിട്ട് ലിങ്കിന് വേണ്ടി നിങ്ങളെ കൊണ്ട് തേരോട്ടം ഓടിക്കും. അത് നിങ്ങൾ കൊടുക്കും, അത് വാങ്ങും, നിങ്ങൾക്ക് വല്ല പണിയും കിട്ടും. അത്രേ ഉള്ളൂ. അവര് മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്നില്ല. സ്വന്തം ശരീരത്തിനോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സാധനങ്ങളില്ലേ അതൊന്നും കുത്തിക്കയറ്റൂല എന്നുള്ളതാണ്. ഞാൻ ഒറ്റ പ്രൊസീജിയർ അവർ കുട്ടികൾക്ക് മോശം ചെയ്തിട്ടുള്ളൂ. പല കോസ്മെറ്റോളജി ക്ലിനിക്കുകളായിരുന്നെങ്കിലേ എന്തോരം പ്രൊസീജിയർ വെച്ചിട്ട് ഇവരത് മുതലാക്കുമായിരുന്നു. വി ഹാവ് ഡൺ ജസ്റ്റ് വൺ പ്രൊസീജിയർ വിച്ച് ഇസ് സ്കിൻ ബൂസ്റ്റർ. കാരണം സ്കിന്നിൽ സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻറ്റയർ ഹൈഡ്രേഷൻസ് പോയതിനു ശേഷം എന്നിട്ട് ആ ബാരിയറെ പോയി ഒന്നും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് വന്നേ. അത് പോയ സമയത്ത് ആ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാൻ വലിയൊരു ഘടകമാണ് ഹൈഡ്രോണിക് ആസിഡ് ബൂസ്റ്റേഴ്സ്. അത് മാത്രമേ ഞങ്ങൾ കുട്ടി മോശം ചെയ്തിട്ടുള്ളൂ. കാരണം ഈ കുട്ടി എന്നാണോ നേരത്തെ ഈ ഒരു സ്റ്റിറോയിഡ് അബ്യൂസും ഈ ക്രീമുകളൊക്കെ നിർത്തുന്നു അന്നേ ഞങ്ങൾക്ക് നേരത്തെ വശം അവർക്കത് നിർത്താൻ പറ്റൂല. കാരണം ഒന്നാമത് പ്രൊമോഷൻ ചെയ്യണം അതാണ്. രണ്ടാമത് ഒന്ന് ഡാർക്ക് ആയ പോലും ഭയങ്കര നെഞ്ചത്തടിച്ച് കരയുന്ന ടീമാ തോന്നുന്നു. അവരൊരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതായത് ആകെ ഡൗൺ ആയല്ലോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വിഷമായി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇനി വെളുക്കാതിരിക്കാൻ പറ്റൂല ചാച്ചി. വെളുക്കാൻ വേണ്ടി എന്ത് തേങ്ങാക്കുരം ചെയ്യും. അതവിടെ കട്ടെ. എന്ന് വെച്ചാൽ കല്യാണിയുടെ മുഖത്ത് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പൊ അത് അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീം ഉപയോഗിക്കുന്നത് വല്ല ക്ലിനിക്കിന്റെ ഒരു ഇഞ്ചക്ഷൻ കാരണമുള്ള ചില റിയാക്ഷൻസ് എന്ന് പറയുന്നത് ചില പ്രിക്ക് ചെയ്യുന്ന ആ പോയിന്റ് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ മാതിരി ഒരു മൊസ്കിറ്റോ ബൈറ്റ് റിയാക്ഷൻസ് പോലെ എന്തെങ്കിലും വന്നാൽ ഇമ്മീഡിയറ്റ്ലി അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ മൊമെന്റസോൺ പോലത്തെ ഓയിൻമെന്റ്സ് ആണ്. 2-3 ദിവസം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക് ജെല്ലുകൾ കൊടുക്കും, ഇല്ലെങ്കിൽ ഫ്യൂസി ബാക്ട് പോലത്തെ ഓയിൻമെന്റുകൾ കൊടുക്കും. 3 ദിവസം മറ്റും ആ റിയാക്ഷൻ എന്താ പറയുക ഈ പറഞ്ഞ കാമർ ആയിരിക്കും. എക്സാക്ട്ലി ദ സെയിം പോയിന്റ് ദാറ്റ് ഐ ഹാവ് ബീൻ ടെല്ലിംഗ് ഹർ ഓൾസോ. വി കനോട്ട് ഡു എ ബിഗർ പ്രൊസീജിയർ ഓൺ ഹർ ഫേസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളെ സുഹൃത്ത് ഇതേപോലെ തന്നെ മുഖത്ത് കുറച്ച് പാടുകൾ വന്നപ്പോൾ അവരൊരു ക്രീമാണ് കൊടുത്തത്. 2 ക്രീം തേച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നതാണ്. 2 ദിവസം കൊണ്ട് മുഖം ഇങ്ങോട്ട് വീർത്ത് വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് പോയി. അവരെ കൂട്ടുകാരികളൊക്കെ കളിയാക്കിയിരുന്നു, ജെല്ലി ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസം ഡോക്ടറെ കണ്ട അപ്പൊ തന്നെ പോയി കാണിച്ചു. ഇതെന്താ അങ്ങനെ വീർക്കുന്നത് പേടിച്ചിട്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ മരുന്ന് ഇങ്ങനെയാണ് ശരീരത്തിൽ ആദ്യം റിയാക്ട് ചെയ്യുക, പിന്നെ അത് പോകുന്ന പറഞ്ഞത്. കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ചുങ്ങിപ്പോയി. അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ഈ കുത്തി കയറ്റിയത്. ഇതിനുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ട്, നമ്മുടെ ഇവിടെ ക്ലിനിക്കിൽ ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസർ അല്ലാതെ വേറെ ഒന്നും കൊടുക്കില്ല. അത് ദെയർഫോർ ഐമിന്റെ തന്നെ പ്രൊഡക്ട്സുകളാണ്. സപ്ലിമെന്റ്സും നമ്മുടെ തന്നെയാണ്. അപ്പൊ മേലെ മുഖത്ത് തേക്കാൻ കൊടുക്കുന്നത് ഒട്ടും പതയാത്തൊരു ഫേസ് വാഷ്, ഒരു ആസിഡ്സും എക്സ്ഫോളിയൻസും ഒന്നും ഇല്ലാതെ സ്കിൻ സേഫ്റ്റി ഉള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫേസ് വാഷ്. രണ്ടാമത്തത് ഒരു മോയ്സ്ചറൈസർ. മൂന്നാമത് ഒരു സൺസ്ക്രീൻ. ഞങ്ങളും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 പ്രൊഡക്റ്റ് വെച്ച് മാത്രം മതി ഒരാളുടെ സ്കിന്നെ നന്നാക്കാൻ. ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള ഈ 10 സ്റ്റെപ്പ് സീറം ആംപ്യൂൾ ഒന്നും വേണ്ട. ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടി കുറെ എൻഡോഴ്സ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി, പല പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുന്ന ഒരു കുട്ടി, എന്ത് ഫോർമുലേഷൻസ് ആണ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നൊന്നും അറിയാത്ത സമയത്ത് ഞങ്ങളുടെ കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ട്രീറ്റ്മെന്റ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെ എല്ലാവർക്കും കൊടുക്കാം. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഇനി സപ്ലിമെന്റ്സിന്റെ കേസ്. സപ്ലിമെന്റ്സ് നമ്മൾ ഗ്ലൂട്ടതൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗ്ലൂട്ടതൈനും കൊളാജിനും മാത്രമേ നമ്മുടെ നാച്ചുറൽ സപ്ലിമെന്റ്സ് ഉള്ളൂ. നമുക്ക് ആ ഗ്ലൂട്ടതൈൻ കൊടുക്കുന്നത് വെച്ചാൽ ഷി വാസ് ഓൾറെഡി ഓൺ എ ഗ്ലൂട്ടതൈൻ IV. ആ ഗ്ലൂട്ടതൈന്റെ സപ്ലിമെന്റ്സ് നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ സ്കിന്നിന്റെ എൻഹാൻസ്മെന്റ്, സ്കിന്നിന്റെ റിപ്പയറിന് വേണ്ടി കൊടുക്കണ്ടേ? കാരണം സ്കിൻ എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുക? ഒരു ഡോക്ടർ ഒരു ക്രീമോ
ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള കാര്യം ശരിയാക്കി എടുക്കണം. അതല്ലേ? അപ്പൊ ഉള്ളിൽ നിന്നുള്ള സപ്ലിമെന്റ്സിന് ഗ്ലൂട്ടതൈൻ, മേലെ നിന്നുള്ള പ്രൊഡക്റ്റിന് ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഈ നടുവിലത്തെ പ്രോട്ടോകോൾ ഈ സ്കിന്നിന്റെ മേട്രിക്സ് നമ്മൾ മാറ്റണമെങ്കിൽ അതിന് സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കുക. അതിന് ഗ്ലൂട്ടതൈൻ ഇത്ര അധികം മാസം കഴിക്കുമ്പോൾ, ഒരു 3 മാസം 4 മാസമൊക്കെ കഴിക്കുമ്പോഴത്തേനും സ്കിന്റെ ഹൈഡ്രേഷൻ കപ്പാസിറ്റീസ് ബെറ്റർ ആവും. എന്തെങ്കിലും നമ്മൾ ആദ്യം വെച്ചിട്ട് സ്കിൻ ബൂസ്റ്റർ ഇൻജെക്ട് ചെയ്തിട്ടുള്ള ഒരു സഫീഷ്യന്റ് കാലം ഈ കുട്ടി ഗ്ലൂട്ടതൈൻ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻജെക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലടാ, എന്തിനാണ് ആൾക്കാർ ഈ ഗ്ലൂട്ടതയോണ്ടൊക്കെ പിന്നാലെ പോകുന്നത്? അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയില്ല. ഉറക്കമില്ലായ്മ, അങ്ങനെ എന്തൊക്കെ അറിയാം, മെന്റലി കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ പണ്ടാന്ന് വാരി തേക്കലിടൂ. നിങ്ങൾക്ക് ജനിച്ചപ്പോൾ കിട്ടിയ ആ ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ വെച്ച് മുന്നോട്ട് പോടൂ. മുഖക്കുരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തോളൂ. എന്നാൽ പോലും ഈ ഒരു വെളുപ്പ് കറുപ്പ് തേങ്ങാക്കൊല, സത്യം പറയട്ടെ, അത് അപകടമാണെന്നുള്ള വലിയ അപകടമാണ്. നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ആന്തരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങളും ചിന്തിക്കണം. ആകെ കുറച്ച് ലൈഫ് ഉള്ളൂ, വളരെ കുറച്ച് ലൈഫ്. അത് നമ്മൾ പൈസയുടെ പിന്നാലെ ഓടുകയാവും. ആ സമയത്താണ് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനും കൂടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥ വരിക. അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കും. നിങ്ങൾ മണ്ടത്തരത്തിലേക്ക് പോവല്ലേ? ഈ കുട്ടി പൈസ തന്നിരിക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ GST ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ബില്ല് തരാതെ നമ്മൾ GST ക്ലെയിം ചെയ്യോ? Where is that? Hello? That's correct. അപ്പൊ ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഞാനാണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? Why don't they just write to the income tax then? Let people come here and check. അവരുടെ ഒരു വീഡിയോയുടെ താഴത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചിട്ട് കമന്റ് ചെയ്യിപ്പിച്ച പോലെ ഞങ്ങളുടെ ക്ലയൻസ് ജീവലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ക്ലയൻസ് എനിക്കുണ്ടെങ്കിൽ പ്ലീസ് ഐ ലൈക്ക് ടു നോ. ഐ വുഡ് ഡെഫിനറ്റ്ലി വുഡ് ലൈക്ക് ടു നോ. 3000 ക്ലയൻസോടെ ഞങ്ങൾ ഒരു മാസം കാണും. ആ 3000 ക്ലയൻസിന് ഞങ്ങൾ ബില്ല് കൊടുക്കാണ്ട് നടക്കുക? How will a business run? How can we establish ourselves as a very ethical group then? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ എല്ലാ ബിസിനസ്സുകാർക്കും ഉള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു ക്യാഷിന് പേയ്മെന്റ് നടത്തുക. ഇത് നടത്തുക. There is not a single cash payment that is happening here. Everything is documented, everything is accounted. We give people hard copies when they leave the clinic. Sometimes they request a digital copy. We send it in the WhatsApp and അത് GST നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇവർ ഞങ്ങൾ പകുതി പൈസ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ അവർ തന്നിരിക്കുന്ന എല്ലാ പൈസയും GST നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, GST ഈടാക്കിയിട്ടാണ് അവർക്ക് പൈസ കൊടുത്തിട്ടുള്ളത്. അതായത് ലീഗൽ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് അവർക്ക് ബില്ല് കിട്ടിയ എമൗണ്ടും അവർ കൊടുത്ത എമൗണ്ടും തമ്മിൽ ടാലി ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവർക്ക് എല്ലാ ബില്ലും കിട്ടി എന്ന് പറയുന്നുണ്ട്. അതിലും ഈ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ നിയമപരമായിട്ട് തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. പിന്നെ ഒരുപാട് ക്ലിനിക്കുകൾ ആളുകൾ പറ്റിക്കുന്നുണ്ട്. അതില്ലാന്ന് ഈ വിഷയത്തിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി പറയാനെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതാണ് ഡോക്ടർ പറഞ്ഞോണ്ടിരിക്കുന്നത്. ലീഗലി അതിന്റെ അർത്ഥം അവർ കൊണ്ട് കേസ് കൊടുത്തല്ല. അവർ വന്ന് ക്ലിനിക്കിൽ റക്കസ് ഉണ്ടാക്കിയത് കൊണ്ടാണ്. എനിക്ക് പ്രശ്നം ഇപ്പോഴാണ് ആ കുട്ടി വന്ന് എന്ത് പറയണോ എന്നുള്ളതല്ല. എനിക്ക് ഗവൺമെന്റ് ഓഫീഷ്യൽ വന്നിട്ട് ഇങ്ങനെ ക്ലിനിക്ക് വന്ന് എന്റെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് ഇതിന്റെ എൻറ്റയർ സിനാരിയോയിൽ ഏറ്റവും വലിയ പ്രോബ്ലം. That is unacceptable for me. ജീവലക്ഷ്മിക്ക് ഇപ്പം ബില്ല് കൊടുക്കാതോ? ബില്ല് വേണ്ട, അവർ കേസ് കൊടുത്ത് ഗവൺമെന്റ് ഞങ്ങൾ പിടിക്കാൻ വരട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ബില്ല് ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ റൈറ്റ്, വാട്ട് എവർ ബില്ല് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് 1000 വട്ടം ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. എഗൈൻ ആൻഡ് എഗൈൻ. പിന്നെ വേറെ കാര്യം, ബില്ല് മാത്രമല്ല അഡ്വാൻസ് അമൗണ്ട്സിന്റെ റെസീപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. It's very transparent here. How will we do business across all cities if we cannot keep things transparent? പൂർണ്ണമായിട്ടും ഈ ഡോക്ടർ എല്ലാം നിരസിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ബില്ല് കൊടുത്തിട്ടുണ്ട്, GST ഈടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ സ്ത്രീ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട്, ഏതോ കൊച്ചിയിലുള്ള ഒരു ഡോക്ടറെ കണ്ട് ക്ലിനിക്കിൽ പോയിട്ട് ഇല്ലീഗലായിട്ടുള്ള മരുന്നുകളും കുത്തിക്കയറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. എന്താ ചെയ്യുക? ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു കാര്യങ്ങൾ, ദൈവം തന്ന കളറിനോട് പുച്ഛം. ഇങ്ങനെ കുറെ കുത്തിക്കയറ്റിയിട്ട് പാവപ്പെട്ട ആളുകളെയും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുമ്പോൾ ആശുപത്രിയിലല്ലാതെ പിന്നെ എവിടെ കൊണ്ടുപോയി കളയും? പിന്നെ കക്കൂസിലും കൊണ്ടുപോയി കളയേണ്ടി വരും. ഇങ്ങനെ ഉണ്ടാക്കി കുറെ തിന്നുന്നവരെ അത് അവിടെ കൊണ്ടുപോയി കളയാനുള്ളതാണ്. വയറ്റിന്ന് നോക്കി പിടിക്കടേ, എന്തുവാടേ ഇത്? അപ്പോൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ അറിയണം. ഇങ്ങനെ ഓരോ മരുന്നുകൾ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങൾ വരും എന്നുള്ളതൊക്കെ കേട്ടാ. ഗ്ലൂട്ടാതയോണ്ട് പിന്നാലെ പോവാതെ നിങ്ങൾ ദയവ് ചെയ്ത് സ്നേഹത്തിന്റെ പിറകെ പോകൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എല്ലാത്തിന്റെ മുന്നാലെ ഓടിക്കോളി. നിങ്ങളിങ്ങനെ ഓടുമ്പോഴല്ലേ നമുക്ക് കണ്ടന്റ് ഉണ്ടാവുള്ളൂ. നന്നാവണം തോന്നുന്നവരൊക്കെ നന്നായിക്കോളി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാട്ട്.